കുവൈറ്റിന്റെ അതിർത്തികൾക്ക് നേരെ വീണ്ടും വ്യോമാക്രമണ ശ്രമം ഉണ്ടായ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ അടിയന്തരമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. നിലവിൽ ശത്രുക്കളുടെ വ്യോമ ലക്ഷ്യങ്ങളെ പ്രതിരോധ സംവിധാനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് സൈനിക ജനറൽ സ്റ്റാഫ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതും അംഗീകൃതവുമായ സുരക്ഷാ നടപടിക്രമങ്ങൾ അനുസരിച്ചാണ് പ്രതിരോധ യൂണിറ്റുകൾ ഈ ശത്രു ലക്ഷ്യങ്ങളെ അന്തരീക്ഷത്തിൽ വച്ചു തന്നെ പ്രതിരോധിക്കുന്നതെന്നും സൈന്യം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. രാജ്യത്ത് നിലവിലുള്ള അടിയന്തര സാഹചര്യവും കണക്കിലെടുത്ത് സുരക്ഷയും പൊതുജനങ്ങളുടെ ക്ഷേമവും ഉറപ്പാക്കുന്നതിനായി ബന്ധപ്പെട്ട ഔദ്യോഗിക അധികാരികൾ പുറപ്പെടുവിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും കർശനമായും എല്ലാ മാർഗനിർദ്ദേശങ്ങളും പൊതുജനങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ പ്രത്യേകം അഭ്യർത്ഥന നൽകുന്നുണ്ട്. ആക്രമണവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലോ മറ്റോ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളിൽ വിടരുതെന്നും വിവരങ്ങൾ ഔദ്യോഗികവും അംഗീകൃതവുമായ ഉറവിടങ്ങളിൽ നിന്നും മാത്രം നേരിട്ട് സ്വീകരിക്കാൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്നും സൈനിക ജനറൽ സ്റ്റാഫ് അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കുവൈറ്റിന്റെ അതിർത്തികൾക്ക് നേരെ വീണ്ടും വ്യോമാക്രമണ ശ്രമമുണ്ടായ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ അടിയന്തരമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. നിലവിൽ ശത്രുക്കളുടെ വ്യോമ ലക്ഷ്യങ്ങളെ പ്രതിരോധ സംവിധാനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് സൈനിക ജനറൽ സ്റ്റാഫ് പ്രസ്താവനയോട് അറിയിച്ചിരിക്കുകയാണ്. ആക്രമണവുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിലോ മറ്റോ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളിൽ ഒരിക്കലും വീഴരുത്. സൈനികർ നൽകുന്ന അല്ലെങ്കിൽ അതാത് രാജ്യങ്ങൾ നൽകുന്ന വാർത്തകൾ മാത്രം, ഔദ്യോഗികമായ വാർത്തകൾ മാത്രമേ പൊതുജനങ്ങൾ വിശ്വസിക്കാവൂ എന്നാണ് ഇപ്പോൾ ജനങ്ങളോട് പറയുന്നത്. വിവരങ്ങൾ ഔദ്യോഗികവും അംഗീകൃതവുമായ ഉറവിടങ്ങളിൽ നിന്ന് മാത്രമാണോ വരുന്നതെന്ന് പൊതുജനങ്ങൾ ശ്രദ്ധ പാലിക്കണമെന്ന് പറയുന്നുണ്ട്. കൂടാതെ ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള കടുത്ത ആക്രമണ ഭീഷണിയെ തുടർന്ന് ഇന്ന് പുലർച്ചെ കുവൈറ്റിലും അയൽരാജ്യമായ ബഹ്റൈനിലും ജാഗ്രതാ സൈറനുകളെല്ലാം തന്നെ മുഴങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ജനങ്ങൾ ആശങ്കയിലായിരുന്നു. 2 ദിവസത്തിന് മുമ്പ് ഈ ബഹ്റൈനിലും അതോടൊപ്പം തന്നെ കുവൈറ്റിലും അടക്കം ഒരു ഡ്രോൺ ആക്രമണം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു കർശന സുരക്ഷയും അതോടൊപ്പം തന്നെ അതീവ ജാഗ്രതയിലുമായിരുന്നു ബഹ്റൈനിലും കുവൈറ്റിലും അടക്കമുള്ള സർക്കാരും അവിടുത്തെ സൈന്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ജാഗ്രതയുമായി ബന്ധപ്പെട്ട് അവർ സൈറൻ അടക്കം മുഴക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഓരോ രാജ്യത്തിന്റെയും സൈനികവും അതോടൊപ്പം തന്നെ അവരുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ കൃത്യമായി തന്നെ ഇറാനിൽ നിന്നടക്കം ഏതെങ്കിലും ആക്രമണം വരുന്നുണ്ടോ എന്ന് അവർ കൃത്യമായി തന്നെ 24 മണിക്കൂറും അവർ ആശങ്കയിലാണ്. അതോടൊപ്പം തന്നെ അവരെല്ലാം നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് പെട്ടെന്ന് തന്നെ അതിനെ തകർക്കുക എന്ന രീതിയിലേക്കാണ് ഇറാനും തകർക്കുക എന്ന രീതിയിലേക്കാണ് ബഹ്റൈനും അതോടൊപ്പം തന്നെ കുവൈറ്റും പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. കൂടാതെ പ്രതിരോധ സംവിധാനങ്ങൾ കൃത്യസമയത്ത് പ്രവർത്തിച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിൽ ഉടനീളം സുരക്ഷാ ജാഗ്രതയും സൈനിക നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള കടുത്ത ആക്രമണ ഭീഷണിയെ തുടർന്ന് കുവൈറ്റിലും അയൽരാജ്യമായ ബഹ്റൈനിലും അടക്കം വലിയ രീതിയിൽ ജനങ്ങൾ കടുത്ത ആശങ്കയിലാണ്. എങ്കിലും പ്രതിരോധ സംവിധാനങ്ങൾ കൃത്യമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയൊന്നും തന്നെ വേണ്ട എന്ന് തന്നെ സൈന്യം പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ നേരെ ആക്രമണം നടത്തുന്നത് അമേരിക്കയിലോട്ടല്ല, ഗൾഫ് മേഖലയിലാണ് ഇറാൻ ഒരു ആക്രമണം തിരിച്ചുവിടുന്നത്. അതായത് ബഹ്റൈനിലോ അല്ലെങ്കിൽ കുവൈറ്റിലോ ഒക്കെയാണ് ഇറാൻ ഡ്രോൺ ആക്രമണം അല്ലെങ്കിൽ മിസൈൽ ആക്രമണം ഉൾപ്പെടെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്ക ആക്രമണം നടത്തരുതെന്നാണ് വലിയ രീതിയിൽ വിദഗ്ധർ തന്നെ ഇപ്പോൾ സൈനിക വിദഗ്ധർ അടക്കമുള്ളവർ പറയുന്നത്. കാരണം ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം എക്കാലത്തും ഒരു പൂർണ്ണമായ സ്ഥിതിയിൽ തന്നെ നിൽക്കുക, ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നോക്കുക എന്ന നിലയിലാണ് കാര്യങ്ങൾ എത്തുന്നത്. കാരണം എന്തെങ്കിലും തരത്തിൽ അമേരിക്ക ഹോർമോസ് കടലിടുക്കിൽ വെച്ച് ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം നടത്തിയാലോ അല്ലെങ്കിൽ തിരിച്ചൊരു ആക്രമണം നടത്തിയാലോ ഇറാൻ നേരെ കൊണ്ടുവന്ന് ഒരു ബോംബ് ഇടുക അല്ലെങ്കിൽ മിസൈൽ ഇടുന്നത് നേരെ ഈ ഗൾഫ് മേഖലയിലായിരിക്കും. അത് അവിടുത്തെ ജനങ്ങൾക്കും അവിടുത്തെ സർക്കാരിനും വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്നും രണ്ടുപേരെയും അമേരിക്കയും ഇറാനെയും കൊണ്ട് ഒരു ചർച്ച നടത്തിക്കൊണ്ട് ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്താനാണ് നോക്കുന്നത്.